السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء. സമാദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യനായ ISM സ്റ്റേറ്റ് പ്രസിഡന്റും ഉദ്ഘാടകനുമായ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മാന്യ വ്യക്തിത്വങ്ങളെ, കാലാവസ്ഥയുടെ വ്യത്യസ്തമായ അവസ്ഥകളിലും മനസാന്നിധ്യത്തോടെ ഈ വിശാലമായ മൈതാനത്ത് വന്നു ചേർന്നിട്ടുള്ള പടച്ചതമ്പുരാന്റെ ദീനിനു വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധതയുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സമയബന്ധിതമായ ഒരു വിഷയാവതരണം, കാലം ശക്തമായി ആവശ്യപ്പെടുന്ന മഹത്തായ ഒരു വിഷയത്തിന്റെ പ്രമാണ നിബദ്ധമായ ചിന്തകളുടെ പുതിയ ലോകത്തേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തേണ്ടുന്ന ആനുകാലികങ്ങളിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ള ഒരു വിഷയം, അറിവ് സമാധാനത്തിന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അറിവ് ജോലി നേടാൻ, അറിവ് മനുഷ്യന് പുതിയ കണ്ടെത്തലുകളുടെ ലോകത്തേക്ക് കടക്കാൻ എല്ലാം ഉതകുന്ന ഒരു സന്ദർഭത്തിൽ ബോധപൂർവമായി ഒരു മുദ്രാവാക്യം, അറിവ് ഇതിനൊന്നുമല്ല മനുഷ്യരെ, അറിവ് അടിസ്ഥാനപരമായി ജീവിതത്തിലെ സമാധാനത്തിനാകുന്നു എന്ന ബോധപൂർവമായ ഒരിടപെടൽ. ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നു, എനിക്കൊരുപാട് ദുഃഖങ്ങളുണ്ട്, നിങ്ങൾക്കൊരുപാട് ദുഃഖങ്ങളുണ്ട്. ചിരിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴും ആനന്ദം പ്രകടിപ്പിക്കുമ്പോഴും വേഗത കൂടിയ ശീതീകരിച്ച വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും അമ്പരചുംബികളായ കൊട്ടാരങ്ങളിൽ താമസിക്കുമ്പോഴും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഡയറക്ടർ പോസ്റ്റിലിരിക്കുമ്പോഴും വലിയ വലിയ സർക്കാർ ഉദ്യോഗങ്ങളിലിരിക്കുമ്പോഴും ഒരുപിടി നൊമ്പരങ്ങളുണ്ട് നമുക്കൊക്കെ, ഇല്ലേ? വേദനിക്കാത്ത, നൊമ്പരം അനുഭവിക്കാത്ത മനുഷ്യരുണ്ടോ പ്രിയപ്പെട്ടവരെ ലോകത്ത്? എത്രയെത്ര വേദനകൾ രാജ്യത്തിന്റെ പരമോന്നത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും അടിസ്ഥാനപരമായി ഈ ഭൂമുഖത്ത് ഞാൻ സമ്പൂർണ്ണ സമാധാനത്തിലാകുന്നു എന്നൊരാൾക്കും പറയാൻ സാധിക്കില്ല. സമാധാനം എന്ന് പറയുന്നത് ഒരു തരത്തിൽ ആപേക്ഷികമായ ഒരു കാര്യമാണ്. എന്തിന് സമാധാനം നഷ്ടപ്പെടുത്തണം മനുഷ്യൻ? എന്തിനു മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാകണം? ഇത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ മഴ പെയ്യുമോ അസ്വസ്ഥത തോന്നിയില്ലേ? ഒരു സമാധാനക്കേട്. പടച്ചോനെ, നല്ലൊരു സമ്മേളനം വെച്ച് ഇഷ്ടപ്പെട്ട കുറെ പ്രാസംഗികമാര് വരുന്ന ഈ സദസ്സിൽ എന്തിനാ റബ്ബേ ഈ മഴ പെയ്യിപ്പിച്ച്? അസ്വസ്ഥത. നോക്ക്, സെൽഫികൾക്ക് പോലും അസ്വസ്ഥത, അല്ലേ? അല്ലേ? പടച്ചതമ്പുരാൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താ? എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളെ ചിന്തിക്കാറ്, അല്ലാഹുവേ നീ നൽകിയത് തടയാൻ, നീ തടഞ്ഞത് നൽകാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല, അല്ലേ? മാ അസാബം മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബം മിൻ മുസീബത്തിൻ ഫിൽ അർള്, ഈ ഭൂമിയിൽ ഒരു മുസീബത്തും ഉണ്ടാവണില്ല, നിങ്ങളുടെ ശരീരത്തിൽ ഒന്നും ഉണ്ടാകുന്നില്ല, എല്ലാം അല്ലാഹുവിന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇവിടെ പരിപാടി നടക്കണം എന്നതും അള്ളാന്റെ തീരുമാനം. ചെറിയ ചാറൽ മഴ തരുമ്പോ തന്നെ അത് കൊള്ളാനുള്ള ശേഷിയും കരുത്തുമില്ല. പിന്നെ ഇങ്ങനെ പോരാട്ട ചരിത്രത്തിലെ വലിയ അധ്യായങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുക? ചെറിയൊരു മഴ കൊള്ളാനുള്ള സന്മനസ് പോലും ഇല്ല. എങ്ങനെ കഞ്ഞിവെള്ളം മുക്കിയ കതറങ്ങാനും നനഞ്ഞിട്ട് അതിനെന്തെങ്കിലും ഒരു കോട്ടം തട്ടിയാലോ എന്ന് മനസ്സ് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പോലും സമാധാനക്കേട്. അപ്പൊ ലോകത്ത് ഏതൊരു ചെറിയ കാര്യങ്ങൾക്കും സമാധാനക്കേടാണ്. ശരിക്കു പറഞ്ഞാൽ സമാധാനം എന്നത് ലോകത്തിന് കൈമോശം വന്നിട്ട് കുറെ നാളുകളായി. എന്താ ബഷീറെ നീ ഇവിടെ ഇങ്ങനെ? ഒന്നുമില്ല.
2 മണിക്കൂർ കഴിഞ്ഞ് കടത്തിണ്ണയിൽ ബഷീർ നോക്കുമ്പോ വീണ്ടും ബഷീർ അവിടെ തന്നെ ഇരിക്കുന്നത്. എന്താടാ നീ പോയില്ലേ വീട്ടിൽ, എന്താ അവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല, ദജ്ജാൽ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതാ ദജ്ജാല്? ഓന്റെ ഭാര്യ. ഓളെ കൊണ്ട് യാതൊരു സ്വസ്ഥതയില്ലാത്തതുകൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഓള ഉറങ്ങണ വരെ കാത്തിരിക്കാൻ. ദാമ്പത്യ ജീവിതമൊക്കെ ഇന്ന് ശിഥിലീകരണത്തിലാണ് കേട്ടോ. എന്തൊരു കഷ്ടമാണ് ലോകത്ത്, എന്തൊരു കഷ്ടമാണ് ലോകത്ത്. നല്ലൊരു ജീവിതം അല്ലാഹു മനുഷ്യന് സമ്മാനമായി നൽകി. ടെൻഷനൊക്കെ ഉണ്ടാവുന്ന പടച്ചോൻ പറഞ്ഞു, ദുഃഖവും പ്രയാസവും ആകുലതകളും ഒക്കെ ഉള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. പക്ഷെ അറിവ് കൊണ്ട് എല്ലാ പരീക്ഷണങ്ങളെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വിജ്ഞാനം നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ കൊട്ടാരത്തിൽ ജീവിച്ച ആളാ അല്ല. വാഹനം ഉണ്ടായിരുന്നു അള്ളാന്റെ റസൂലിന്, വലിയ വലിയ വാഹനങ്ങൾ ഇല്ല, വലിയ വലിയ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു റസൂലിന്. ലോകത്തോട് അവസാനമായി വിട പറയുമ്പോ തന്റെ പടയെങ്കി ജൂതന്റെ വീട്ടിൽ പണയപ്പെടുത്തിയിട്ട് 30 സാ നോക്ക് മാവ് വാങ്ങിയിട്ട് ജീവിച്ച റസൂലുള്ള. എന്നാ എന്തെങ്കിലും ഒരു സമാധാനക്കേട് റസൂലിനുണ്ടോ? ഇല്ലല്ലോ. സമ്പത്ത് സമാധാനത്തിന് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. സമ്പത്ത് സമാധാനം നൽകുവോ? ഇല്ലല്ലോ. ഡയാന രാജകുമാരി, ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭയായ സുന്ദരി, 7 കോടീശ്വരന്മാരുടെ കൂടെ ജീവിതം പങ്കുവെച്ചിട്ട് സ്വസ്ഥത കിട്ടാതെ പോയ ഡയാന രാജകുമാരി, പാപ്പറാസികളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദ്രുതഗതിയിലുള്ള ഓട്ടത്തിനിടയിൽ ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചുപോയ ഡയാന രാജകുമാരി, കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തി ഉണ്ടാക്കി അംബാനിമാർ ആകാശത്തേക്ക് മുട്ടുന്ന ബിൽഡിംഗ് ഉണ്ടാക്കി, 3000-ലധികം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി. ബിൽഗേറ്റ്സ്, ലോകം കണ്ട ഏറ്റവും വലിയ കമ്പ്യൂട്ടർ രംഗത്ത് പ്രവർത്തിക്കുന്ന കോടീശ്വരനായ ബിൽഗേറ്റ്സ്, സമാധാനം ഉണ്ടായോ? നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തെ കുറിച്ച്? ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി, ഞാൻ നേരെ വിഷയത്തിലേക്ക് വന്നതാണ്. അറിവ് സമാധാനം ഉണ്ടാക്കുന്ന നമ്മൾ വാദിക്കുന്നു. ഏത് അറിവ്? എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിട്ട് ഒരു കുട്ടിക്ക് സമാധാനമില്ല. ജൂനിയറായി കടന്നു വന്ന അനുജനെ, മോനെ നീ എന്റെ അനുജനാടാ, ഈ സ്ഥാപനത്തിന് ഇന്നെന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്നെന്ന പ്രത്യേകത ഉണ്ട്, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയേണ്ട സീനിയറായ വിദ്യാർത്ഥി അവനെ റാഗിങ് ചെയ്യുന്നുവെങ്കിൽ എന്തോ ഒരു മാനസിക വൈകൃതം. അറിയേണ്ടത് അറിയാതെ പോവുകയാണ്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നു ചിലർ എന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ട്.